ഈ ശോമിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പിറവിത്തിരുന്നാൾ 1-ാം ഞായർ. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 13, 14 വാക്യങ്ങളും 19 മുതൽ 23 വരെ വാക്യങ്ങളുമാണ്. തിരുക്കുടുംബത്തിൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട വായനയാണ്. അതിൽ 23-ാം വാക്യം ഞാനത് വായിക്കാം. അതിന് ചെറിയൊരു വ്യാഖ്യാനം നൽകാം. അവൻ നസ്വറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖേന അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ ചെന്ന് പാർത്തു. മാർത്തോമ നസ്രാണികൾ എന്നറിയപ്പെടുന്ന സുറിയാനി കത്തോലിക്കർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവചനമാണിത്. അപ്പോൾ തിരുക്കുടുംബത്തിൻ്റെ തിരുനാളും ഈ സുറിയാനി കത്തോലിക്കർ എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ തിരുനാളും അവർ ആ സഭയുടെ തിരുനാളും കൂടിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ചില കാര്യങ്ങളൊന്ന് നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ടും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടും നമുക്ക് ഒന്ന് പരിഗണിക്കാം. നത്സറേത്ത് ഇസഡ് എന്നാണ്. അപ്പം നത്സറേത്ത് എന്ന് വേണം ഉച്ചരിക്കാൻ. നസ്രത്തല്ല, നത്സറേത്ത്. ഈ സ്ഥലപ്പേര് പല രൂപത്തിലാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. നട്സാറ എന്നൊരു വാക്കുണ്ട്. നട്സാറ, NAZARA. ചില സ്ഥലത്ത് നത്സറെത്ത്, നസറെത്ത് കഥയുടെ ധ, NAZARETH. പിന്നെ നസറത്ത്, H ഇല്ല, T, NAZARET. ഇവിടെ ആ സ്പെല്ലിംഗ് ആണ് ഇപ്പോൾ കാണുന്നത് ഈ 2:23 മത്തായി. പഴയ നിയമത്തിൽ ഒരൊറ്റ സ്ഥലത്തും നസ്രത്ത് എന്ന വാക്ക് പരാമർശിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ എന്ന് നഥാനിയേൽ, അതും കാപട്യമില്ലാത്ത ഇസ്രായേൽക്കാരൻ എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയ നഥാനിയേൽ ചോദിച്ചത്. യോഹന്നാൻ 1:46. വാഗ്ദാന പുസ്തകത്തിൽ ഒരു സ്ഥലത്തും പരാമർശിക്കാത്ത നസ്രത്തിൽ നിന്നാണോ നന്മയുണ്ടാകുക? ആ സ്ഥലത്ത് നിന്ന് മിശിഹ വരിയില്ല, വരാൻ ഒക്കുകയില്ല എന്നൊക്കെ ചർച്ചയുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. മിശിഹ നസ്രത്തിൽ നിന്നാണോ വരിക എന്നൊക്കെ ചോദിച്ചിട്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ തിരുവചനത്തിൽ നസ്രത്ത് എന്ന പട്ടണത്തെ കൂടാതെ നസ്വറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖേന അരുളി ചെയ്തത് നിവൃത്തിയാകാൻ. അവൻ നസ്വറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖേന പറഞ്ഞത്. നസ്രത്ത് എന്ന വാക്ക് തന്നെ പഴയ നിയമത്തിൽ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എവിടെയാണ് അവൻ നസ്വറായൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രവചനം ഉള്ളത്? ഈ വാക്കുകൾ അപ്പാടെയുള്ളൊരു പ്രവചനം പഴയ നിയമത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മത്തായി ഇങ്ങനെ എഴുതാൻ കഴിയുന്നത്? അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖേന അരുളി ചെയ്തത്. മിശിഹ രാജാവിനെക്കുറിച്ചുള്ള പല പ്രവചനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് മത്തായി നൽകുന്നത്. അതുകൊണ്ട് പ്രവാചകൻ മുഖേന എന്നല്ല, പ്രവാചകന്മാർ മുഖേന എന്ന് തന്നെയാണ്. മുമ്പ് മത്തായി പല തിരുവചനങ്ങളും എഴുതിയിട്ടുണ്ട്. ഈ ഈശോയുടെ ബാല്യകാല കഥകൾ പറയുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു പ്രവചനത്തിൽ നിന്നാണ് തിരുവചനം. ഇവിടെ പ്രവചന പാഠങ്ങൾ ഒരു സമഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റയർട്ടി, പല തിരുവചനങ്ങൾ വെച്ചിട്ട് ഒരു ഹോൾ സൃഷ്ടിക്കുകയാണ്, ഒരു സമഷ്ടി സൃഷ്ടിക്കുകയാണ്. യേശുവിൻ്റെ ഈ ശീർഷകത്തിൽ അവരുടെ പ്രത്യാശകൾ മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് മത്തായി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ വചനങ്ങളുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു തിരുവചനമല്ല. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്നൊരു പ്രവചനമല്ല. നസ്രായൻ എന്ന വാക്ക് വരുന്ന പ്രത്യക്ഷപ്പെടുന്ന പല തിരുവചനങ്ങളുണ്ട്. അതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് മിശിഹായെക്കുറിച്ചുള്ള എല്ലാ പ്രത്യാശകളും ഒരൊറ്റ തിരുവചനത്തിലേക്ക് ഉൾക്കൊള്ളിക്കുകയാണ്, സന്നിവേശിപ്പിക്കുകയാണ്. നമുക്ക് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ 2 മേൽവിലാസങ്ങൾ ആദ്യം നോക്കാം, എന്നിട്ട് ഈ പ്രവചനത്തിലേക്ക് വരാം. ഈ തിരിച്ചറിയൽ ഷീറ്റ് എന്ന് പറയില്ലേ, ഐഡൻറ്റിറ്റി കാർഡ്, അതുപോലത്തെ 2 യേശുവിനുണ്ട് പുതിയ നിയമത്തിൽ. നസ്വറായൻ എന്നാണ് ഒരു തിരിച്ചറിയൽ കാർഡ്. നസ്വറായൻ, ഗ്രീക്കിൽ നസ്വറായിയോസ് നസ്വറായൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. രണ്ടാമത്തത് നത്സറേനോസ് എന്നാണ്. ആദ്യത്തത് നത്സൊറായിയോസ് എന്നാണ്, രണ്ടാമത്തത് നത്സറേനോസ്. നമ്മൾ നസ്രത്തക്കാരൻ എന്ന് പറയും. ഇപ്പോൾ പറപ്പൂക്കരക്കാരൻ എന്നെ ചിലപ്പോൾ അങ്ങനെ വിളിച്ചിരുന്നത്. പറപ്പുക്കര ഇടവകയിൽപ്പെട്ടവൻ, മാളക്കാരൻ, മാളയിലുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയൊക്കെ വാക്കുകളുണ്ടല്ലോ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട്. നസ്രത്തുകാരൻ ആ അർത്ഥത്തിലും വരും. അത് ഉപയോഗിക്കുന്നത് ഗ്രീക്കിൽ നത്സറേനോസ് എന്നാണ്. മത്തായി, യോഹന്നാൻ, സ്ലീഹന്മാർ, നടപടി എന്നീ രേഖകൾ കാണുന്നത്
നസ്വറായൻ എന്നാണ്. നസ്വറായൻ. മർക്കോസ് ഉപയോഗിക്കുന്നത് നസ്രത്തുകാരൻ എന്നാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2 ശൈലികളുമുണ്ട്. നസ്വറായനുമുണ്ട്, നസ്രത്തുകാരനുമുണ്ട്. യഹൂദരുടെ സെമിറ്റിക് ഭാഷയുടെ ജീവിത പരിസരത്ത് യേശു ശിഷ്യന്മാർ അറിയപ്പെട്ടത് നസ്രാണികൾ എന്നും ഗ്രേക്കോ റോമൻ ലോകത്ത് ക്രിസ്ത്യാനികൾ എന്നുമാണ്. യഹൂദരുടെ സെമിറ്റിക് ഭാഷയുടെ ജീവിത പരിസരം, അതായത് ഇപ്പം തോമാസ് ലീഗ അടക്കമുള്ളവർ, തോമാസ് ലീഗ ഇന്ത്യയിൽ വന്നപ്പോൾ യഹൂദരുടെ സെമിറ്റിക് ഭാഷയാണ്, അതിന് ജീവിത പരിസരമാണ്. അവിടെ യേശുവിൻ്റെ ശിഷ്യന്മാർ അറിയപ്പെട്ടത് നസ്രാണികൾ എന്നാണ്. നസ്രാണികൾ. ദീപിക പത്രം അറിയപ്പെട്ടിരുന്നത് നസ്രാണി ദീപിക എന്നാണ്. മാർത്തോമ നസ്രാണികൾ എന്നാണ് സുറിയാനി കത്തോലിക്കൽ അറിയപ്പെട്ടിരുന്നത്. മാർത്തോമ നസ്രാണികൾ. ഗ്രേക്കോ റോമൻ ലോകത്താണെങ്കിലോ ക്രിസ്ത്യാനികൾ എന്നാണ്. നടപടി 11:26. ഒരു മേൽവിലാസം യേശുവിന് കൊടുക്കാവുന്ന തരത്തിൽ പഴയ നിയമത്തിൽ എവിടെയെങ്കിലും നസ്രായൻ എന്ന വാക്കിനോട് ബന്ധിപ്പിക്കുന്ന തിരുവചനമുണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം. 2 ഗണം പ്രവചനങ്ങളുണ്ട്. ഒന്ന്, സാംസന്റെ ജനനത്തിൻ്റെ പ്രവചനത്തിൽ അടിസ്ഥാനമിട്ടതാണ് ഒരു സ്ട്രീം, ഒരു പ്രവചന അരുവി എന്ന് പറയുന്നത്. സാംസന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവൻ നാസിർ വ്രതക്കാരനായിരിക്കും എന്നാണ് മാലാഖ സാംസന്റെ അമ്മയോട് പറയുന്നത്. അവൻ നാസിർ വ്രതക്കാരനായിരിക്കും. നാസിറൈറ്റ്. NAZIRITE. നാസിറൈറ്റ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവൻ എന്നാണ് എൻ്റെ അർത്ഥം. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവൻ. അവൻ്റെ മരണ ദിവസം വരെ, അതായത് ജനനം മുതൽ മരണം വരെ ആജീവനാന്തം അവൻ നാസിർ വ്രതക്കാരനായിരിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 5 മുതൽ 7 വരെ വാക്യങ്ങൾ. നാസിർ വ്രതക്കാരൻ എന്ന അർത്ഥത്തിൽ നസ്വറായൻ എന്ന മേൽവിലാസം യേശുവിന് ചേരും. നസറായിയോസ് ചേരും. തീർച്ചയായിട്ടും ക്ലാസിക്കൽ നിർവചനമുള്ള നാസിർ വ്രതക്കാരനായിരുന്നില്ല യേശു. എങ്കിലും ബാഹ്യമായ നിഷ്ഠയുടെ അത്തരം വിശദാംശങ്ങൾ മാറ്റി നിർത്തിയാൽ അവനെക്കുറിച്ച് നമുക്ക് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവൻ. അതാണ് നാസിർ വ്രതക്കാരൻ, നസറായൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. ദൈവത്തിന് സമ്പൂർണ്ണമായും പ്രതിഷ്ഠിക്കപ്പെട്ടവൻ. ജനനം മുതൽ മരണം വരെ ആജീവനാന്തം, ജീവപര്യന്തം ദൈവത്തെങ്കിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടവനാണ് നസ്രായനായ യേശു. ജനനം മുതൽ മരണം വരെ ആജീവനാന്തം, ജീവപര്യന്തം ദൈവത്തെങ്കിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടവനാണ് നസ്രായൻ എന്ന് പറയുന്ന യേശു. അതാണ് ഇല്ലേ, അതാണ് അവൻ്റെ തിരിച്ചറിയൽ ചീട്ട്. അവൻ പൂർണ്ണമായും ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിന് വേണ്ടി വരുന്നു. അമ്മയുടെ ഉദരം മുതൽ കുരിശിലെ മരണം വരെ, ജനനം മുതൽ മരണം വരെ ആജീവനാന്തം അവൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവനും സമർപ്പിക്കപ്പെട്ടവനുമാണ്. അമ്മയുടെ ഉദരം മുതൽ. തിരിച്ചറിവ് വന്നിട്ട് പെന്തക്കോസ്തക്കാരും യാക്കോബ സാക്ഷികളും കർത്താവിനെ തിരഞ്ഞെടുക്കുന്ന പോലെയല്ല. അമ്മയുടെ ഉദരം മുതൽ, തുടക്കം മുതലാണ്. അമ്മയുടെ ഉദരം മുതൽ. സാംസൺ അങ്ങനെയായിരുന്നു. ഈ സാംസന്റെ കഥയൊന്നും നമ്മുടെ പെന്തക്കോസ്തക്കാർക്കും യാക്കോബ സാക്ഷികൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടാവില്ല, ദൈവസഭക്കാർക്കും. എന്നിട്ടും എറണാകുളത്ത് ചിലരൊക്കെ പെന്തക്കോസ്ത സഭയിൽ പോകുന്നുണ്ടെന്ന് കേൾക്കണം. അവർക്ക് സുറിയാനി സഭയിൽ നിൽക്കാൻ എൻ്റെ പറ്റണില്ല അത്രേ. എന്തെങ്കിലും ആവട്ടെ, തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അവൻ നസ്വറായൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ പൂർണ്ണമായും ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവൻ. അമ്മയുടെ ഉദരം മുതൽ മരണം വരെ. അതാണ് നസ്വറായൻ എന്ന വാക്കിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ഒരു ഗണം പ്രവചനമുണ്ട്. അതിൽ ഉപയോഗിക്കുന്ന വാക്ക് നെറ്റ്സർ എന്നാണ്. നെറ്റ്സർ. NEZER. ഇസായുടെ കുറ്റിയിൽ നിന്നൊരു നാമ്പ് കിളിർത്ത് വരും. യെശയ്യാ 11:1. ഈ വാക്യത്തിൽ നാമ്പ് അഥവാ മുള എന്നതുള്ള ഹെബ്രായ പദം നെറ്റ്സർ എന്നാണ്. ഇത് യിരെമ്യാ 23:5, 33:14-16, സക്കറിയ 3:8, 6:11-13, അങ്ങനെ പല സ്ഥലത്തുണ്ട്. ഈ യെശയ്യായുടെ 2 പ്രവചനം മത്തായി മുമ്പ് ഇതിനെ എഴുതിയിട്ടുണ്ട്. യെശയ്യാ 7:14, മത്തായി 1:23, അതായത് കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. പിന്നെ യെശയ്യാ 9:2, മത്തായിയുടെ സുവിശേഷം 4:14-16, വിജാതിയുടെ ഗലീലി, ഇരുട്ടിലിരിക്കുന്ന ഒരു പ്രകാശം കണ്ടു, മരണത്തിന് താഴ്വരയിൽ ഇരിക്കുന്നവർക്ക് വെളിച്ചമുദിച്ചു എന്നൊക്കെ പറയുന്ന അത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ തിരുവചനം വരുന്നത്. യെശയ്യാ 7:14, യെശയ്യാ 9:2, 6, അതുമായിട്ട് ബന്ധപ്പെട്ട് യെശയ്യാ 11:1. ഇസായുടെ കുറ്റിയിൽ നിന്ന് ഒരു നാമ്പ് കിളിർത്ത് വരും.
ഇസായി എന്ന് പറഞ്ഞാൽ ജസെ എന്ന് ഇംഗ്ലീഷ് പറയും. ഇസായി എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ അപ്പൻ. ഇസായിയുടെ കുറ്റി എന്ന് പറഞ്ഞാൽ ദാവീദിൽ നിന്ന് ഒരു നാമ്പ്, ഒരു മുള കിളിർത്ത് വരും. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ഈ BC 587 കുറച്ചുകൂടി പുറകോട്ട് പോയാൽ BC 605, 597, 587 3 പ്രാവശ്യം ബാബിലോനക്കാർ, ഇപ്പോഴത്തെ ഇറാഖിലുള്ളവർ, ഇറാഖ് കുവൈറ്റുകാർ യെരൂശലേം ആക്രമിച്ചു. അങ്ങനെ ഈ ദാവീദ് ഗോത്രത്തിലുള്ള അവസാനത്തെ രാജാവിനെയും അടിമയായി പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ദാവീദിൻ്റെ കുറ്റി ഉണങ്ങി കരിഞ്ഞ് നിൽക്കുകയാണ്. ഇസായി എന്ന് പറയുന്ന ദാവീദിൻ്റെ അപ്പൻ. ആ അപ്പനിൽ നിന്നുള്ള മുളയാണ് ദാവീദ്. ആ ദാവീദിൻ്റെ കുറ്റിയാണ് മുറിച്ച് ഇതാ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന അതിലാണ് യെശയ്യാ പറയുന്നത്, ആ ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്ന ഇസായിയുടെ കുറ്റിയിൽ നിന്ന്, ദാവീദിന്റെ വംശത്തിൽ നിന്ന് ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്ന ഇതിൽ നിന്ന് ഒരു പുതിയ മുള, ഒരു പുതിയ നാമ്പ് കിളിർത്ത് വരും. തീർത്തും ഉണങ്ങിപ്പോയി എന്ന് കരുതിയ മരക്കുറ്റിയിൽ നിന്ന് നെത്സർ, അതാണ് നെത്സറിന്റെ അർത്ഥം, ദൈവം പുതിയൊരു നാമ്പ് കിളിർപ്പിക്കുന്നു. ആ ഗോത്രവൃക്ഷം ബാബിലോൺ പ്രവാസത്തോട് ഉണങ്ങിപ്പോയിരുന്നു. വെട്ടിയിട്ട മരം പോലെയായി മാറിയിരുന്നു ഇസായിയുടെ കുറ്റി എന്ന് പറയുന്ന ദാവീദ്. എന്നാൽ അതിൽ നിന്ന് ഇതാ ഒരു പുതിയ നാമ്പ് പൊട്ടിമുളയ്ക്കുന്നു. ഒരു പുതിയ തുടക്കം ദൈവം കുറുകയാണ്. ദൈവം ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് ഒരു പുതിയ മിശിഹ രാജാവിനെ ഉയർത്തുന്നു എന്നാണ് എൻ്റെ അർത്ഥം. നസ്രത്ത് എന്ന നാമത്തിൽ നെത്സറിനെ കുറിച്ചുള്ള പ്രവചനവാക്യം മത്തായി കണ്ടെത്തുകയാണ്. ഈ നെത്സർ, നസ്രായൻ എന്ന മേൽവിലാസം യേശുവിന് കൊടുക്കുമ്പോൾ ഈ ഇസായുടെ കുറ്റിൽ നിന്ന് നാമ്പ് കുളിർത്ത് വരുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മേലാണ് പരിശുദ്ധാത്മാവ് വന്ന് ഇറങ്ങുക എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് അഭിഷേകം ചെയ്യുന്ന പറഞ്ഞാൽ ആത്മാവിൻ്റെ ആവാസത്തിനാണ് അഭിഷേകം എന്ന് പറയണേ. ഈ ഇസായുടെ കുറ്റിയിൽ നിന്നുള്ള, ദാവീദിന്റെ ഉണങ്ങിപ്പോയ കുറ്റിയിൽ നിന്നുള്ള ആ മുളയായിട്ട് യേശു വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നിരിക്കുകയാണ്, അവൻ അഭിഷേകം ചെയ്യുകയാണ്. അപ്പോൾ ഇസായുടെ ഉണക്കക്കുറ്റിയിൽ നിന്ന് പുതിയൊരു ജീവൻ ഉദിപ്പിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാനം നിവൃത്തിയാക്കപ്പെടുകയാണ്. കുരിശിന് മുകളിൽ തൂക്കിയിട്ട ആ ലിഖിതം എന്താണ്? നസറായിയോസ്. ആ നസറായൻ, യോഹനം 19:19, നസറത്തുകാരൻ എന്നല്ല, നസറായിയോസ്. നസറായിയോസ്. ഇതിന്റെ പൂർണ്ണമായ ആ പൊരുളുകൾ ഇപ്പോഴാണ് ഇതള് വിരിയുന്നത്. നസറായിയോസ് അല്ലേ, നസ്രായനായ യേശു, യഹൂദരുടെ രാജാവ്. തുടക്കത്തിൽ നസറത്തുകാരൻ എന്ന അർത്ഥം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ നാസിറൈറ്റ്, ദൈവത്തിന് പൂർണ്ണമായും പ്രതിഷ്ഠിക്കപ്പെട്ടവൻ, സമർപ്പിക്കപ്പെട്ടവൻ. തീർന്നില്ല. ഉണങ്ങിപ്പോയ കുറ്റി എന്ന് കരുതിയ ഇസായുടെ കുറ്റി എന്ന് പറയുന്ന ദാവീദിന്റെ കുറ്റിയിൽ നിന്ന് ഇതാ ഉണങ്ങിപ്പോയി, തീർത്തും കരിഞ്ഞുപോയി എന്ന് പറഞ്ഞിരുന്നു. ഇതാ ഒരു കുറ്റി, ആ കുറ്റിയിൽ നിന്ന് പുതിയ നാമ്പ് കിളിർത്ത് വരുന്നു. അപ്പൊ ഇതൊരു സ്ഥലനാമവുമായി ബന്ധപ്പെട്ട തിരിച്ചറിയൽ ചീട്ടല്ല ഇത്. മറിച്ച് യേശുവിൻ്റെ ജീവിതം മുഴുവൻ, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തൊള്ള ആ നിമിഷം തൊട്ട് മരണം വരെ ദൈവത്തിന് പൂർണ്ണമായും പ്രതിഷ്ഠിക്കപ്പെട്ടവനായ അവനിൽ നിന്ന് ഒരു പുതുനാമ്പ്, ഒരു പുതിയ മാനവൻ ഉയർക്കുകയാണ്. പുതിയ മാനവൻ. പഴയ മാനവൻ മണ്ണിൽ നിന്ന്, ഭൂമിയിൽ നിന്ന്, മാംസത്തിന്റെ മനുഷ്യൻ. 1 കൊരിന്തോസ് 15:45. പുതിയ മാനവൻ സ്വർഗത്തിൽ നിന്ന്, ആത്മാവിന്റെ മനുഷ്യൻ, ഉന്നതത്തിൽ നിന്ന്. ഈ പുതിയ മനുഷ്യനാണ് ഈ ഉണങ്ങിക്കരിഞ്ഞു പോയ ഈ കുറ്റി എന്ന് കരുതിയ ആ ദാവീദിന്റെ കുറ്റിയിൽ നിന്നും കിളിർത്ത് വരുന്നത്. നമ്മൾ ക്രിസ്ത്യാനികൾ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടിരുന്നത് മാർത്തോമ മാമോദിസ മുക്കിയ നസ്രാണികൾ എന്നാണ്. ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവര് ഈ ഉണങ്ങിക്കരിഞ്ഞു പോയി എന്ന് വിചാരിക്കുന്ന പുതുനാമ്പിൽ നിന്നും പുതിയ മാനവനായി ഉയർക്കുന്നവര്. ഇപ്പൊ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമാണ്. ഈ സുറിയാനി കത്തോലിക്ക സഭ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമാണ്. അങ്ങനെ പൊട്ടിമുളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ മുളയെ തകർത്ത് കളയാനായിട്ട് ഉള്ളിൽ നിന്നും പുറത്തു നിന്നുമുള്ള ഒരുപാട് ആക്രമണങ്ങളുണ്ട്, കീടങ്ങൾ. ആ കീടങ്ങളാണ് നമ്മൾ എറണാകുളത്തും അങ്കമാലിലും ഒക്കെ കാണുന്നത്. അതിന് നല്ല മരുന്നടിക്കണം ഈ കീടങ്ങളെ നശിപ്പിക്കാൻ. അപ്പോൾ ഈ പുതുനാമ്പ് ഉയർത്ത് വരും. ഓരോ മാർത്തോമ നസ്രാണിയും തീരുമാനിക്കണം, ഇത് എൻ്റെ വീട്, എൻ്റെ തറവാട് എന്ന് മാത്രമല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ സമുദായം, അത് വിശ്വാസി സമൂഹമാണ്, വെറുമൊരു സംഘടനയല്ല. സഭാ സമുദായം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് സാന്നിധ്യമുള്ള ഒരു ജീവനുള്ള സമുദായമാണ്. ജീവനുള്ള കല്ലുകൾ കൊണ്ട് പണിയപ്പെട്ട ദേവാലയമാണ്. ഇത് ഓരോ ക്രിസ്ത്യാനിയും ഓരോ നസ്രാണിയും തിരിച്ചറിയുന്ന നിമിഷത്തിൽ
ഓരോ നസ്രാണിയും തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ഇല്ലേ വെട്ടിക്കളഞ്ഞു, ഉണങ്ങിപ്പോയി, തീർത്തും കരിഞ്ഞുപോയി എന്ന് വിചാരിക്കുന്ന കുറ്റിയിൽ നിന്നും പുതിയ നാമ്പ് കിളിർത്ത് വരും. മാർത്തോമ നസ്രാണികൾ പുതിയ നാമ്പ് കിളിർത്തുകൊണ്ടിരിക്കുന്നു. ഇത് അഭിമാനമാണ്, അതുപോലെ തന്നെ ഒരു വെല്ലുവിളിയാണ്. ഈ നാമ്പ് ഇങ്ങനെ പുതുതായിട്ട് പൊട്ടിമുളച്ചു വരാനുള്ള നമ്മുടെ ശ്രമത്തെ തട്ടി തകർക്കാൻ ഉള്ളിലും പുറത്തും ശക്തികൾ കൊടുങ്കാറ്റായും കീടമായും ഒക്കെ വരുന്നുണ്ട്. അതിനൊക്കെ തടയിടേണ്ടതും ഈ കീടങ്ങളെ അടിച്ച് തെളിച്ച് പുറത്താക്കേണ്ടതും മരുന്ന് തെളിച്ച് പുറത്താക്കേണ്ടതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. ഓരോ അൽമാവിൻ്റെയും ഓരോ വൈദികൻ്റെയും ഓരോ മെത്രാൻ്റെയും ഓരോ കന്യാസ്ത്രീകളുടെയും ചുമതലയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇടവകയുടെ ചുറ്റുവട്ടത്തും ഒന്ന് പരിശ്രമിച്ച് നോക്കിയേ. ഈ കീടങ്ങളെ പുറത്താക്കണം വലിയ പാടുണ്ടാവുമോ? അതിനാൽ മാർത്തോമ നസ്രാണി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പൂർണ്ണമായും പ്രതിഷ്ഠിക്കപ്പെട്ടവരിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടവർ എന്നും ഉണങ്ങിക്കരിഞ്ഞു പോയി എന്ന് വിചാരിക്കുന്ന കുറ്റിയിൽ നിന്നും കിളിർത്ത് വരുന്ന പുതിയ മാനവൻ എന്നുമാണ് അർത്ഥം. അങ്ങനെ ഒരു പുതിയ മാനവനായി എല്ലായിടത്തും മാർത്തോമ നസ്രാണികൾ വിരാജിക്കാനായിട്ടും കർത്താവിന് സാക്ഷ്യം വഹിക്കാനായിട്ടും കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ടും ലിറ്റർജിയുടെ തനത് രൂപത്തിൽ ആഘോഷിക്കാനായിട്ടും ഇടവരട്ടെ. ഈ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ അതിനുള്ള ഒരു പുതിയ സമർപ്പണമായി നമ്മൾ ഓരോരുത്തരും ഒരു പുതിയ പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോകാനുള്ള അവസരമായി രൂപാന്തരപ്പെടുത്തുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.